മണൽ നീക്കത്തിനായി കണ്ണൂരിൽ നിന്നെത്തിക്കുന്ന ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പുഴയിലെത്തി. പൊഴി തുറന്നുവിട്ട ശേഷം ഡ്രഡ്ജർ പൊഴിയിലേക്ക് എത്തിക്കും. കടലിനോട് ചേർന്നുള്ള 20 മീറ്റർ ഭാഗത്തെ മണൽ നീക്കം പുരോഗമിക്കുകയാണ്. സലീം മാലിക് വിവരങ്ങളുമായി മുതലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. സലീം, ഇന്നത്തെ നടപടികൾ എങ്ങനെയാണ് സലീം? റിജിത്ത്, അങ്ങനെ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ കണ്ണൂരിൽ നിന്നെത്തിയ ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പൊഴി തുറക്കും. ഇപ്പോൾ പൊഴി മുറിക്കൽ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പൊഴി തുറന്നതിന് ശേഷവും പിന്നീട് ഈ വേലിയേറ്റ സമയമാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം 11 മണിയോടുകൂടി ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കാം, ഈ കായൽ ഭാഗത്തേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ ഈ പൊഴി മൂടി മണൽ ഒരു ബീച്ചിന് സമാനമായ അന്തരീക്ഷം ഇവിടെ അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നാട്ടുകാരുടെ കൂടി സമ്മതത്തോടുകൂടി മുറിച്ചത്. ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിന് 1 മണിക്കൂറിനും ഇടയിലുള്ള സമയത്തിനുള്ളിൽ തന്നെ ഈ പൊഴി പൂർണ്ണമായും തുറക്കാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് ഈ ഡ്രഡ്ജർ എത്തിക്കാൻ പിന്നെ ഈ വേലിയേറ്റ സമയത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആ നിലയിൽ അതുകൂടി പരിഗണിച്ചാവും പൂർണ്ണമായും ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുക. അതിനിടയിൽ നാട്ടുകാർ ചില പ്രതിഷേധവുമായി എത്തി ഇവിടെ മണൽ കൂട്ടിയിട്ടുണ്ട്. ഈ പൊഴി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച മണൽ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മണൽ നീക്കം ചെയ്യണം എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിന് പോലീസും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം മണൽ നീക്കം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം അത്തരത്തിലെ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ചെറിയ തർക്കമായിരുന്നു അല്പസമയം മുൻപ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് വളരെ വേഗത്തിൽ തന്നെ അവരെ ശാന്തമാക്കാനും കഴിഞ്ഞു. ഇപ്പോൾ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായുള്ളൊരു ശ്രമമാണ്. അതിനൊടുവിൽ ആ ഡ്രഡ്ജർ ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമുക്ക് ഡ്രഡ്ജർ ഈ ലോ ടൈഡ് സമയത്ത് പൊഴി മുറിച്ച ശേഷം ഹൈ ടൈഡ് സമയത്ത് ഈ ഡ്രഡ്ജർ ഇതിനകത്ത് കയറ്റണം ചാനലില്. അപ്പൊ അതിനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ഈ പൊഴി മുറിക്കാൻ അന്ന് കുറെ ഭാഗം സമ്മതിക്കായതുകൊണ്ട് ഈ ബാക്കി പൊഴിയുടെ ആ പോർഷയുടെ മുറിച്ചിട്ടേ നമുക്ക് ഡ്രഡ്ജർ കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ഉച്ചയ്ക്ക് മുൻപായിട്ട് ഈ ഡ്രഡ്ജർ അകത്ത് കയറ്റണം. അതാണിപ്പോ ആലോചിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഈ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ മാറ്റിയതിനു ശേഷം മാത്രമേ സമ്മതിക്കൂ. അതിന്റെ കൂടെ തന്നെ അത് നടക്കുന്നുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ടേ ഡ്രഡ്ജർ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് പ്രവർത്തി ഡിലേ ചെയ്യും. ഡ്രഡ്ജർ ഇപ്പൊ ഔട്ടർസിൽ വന്ന് കിടക്കുകയാണ്. അത് ഒത്തിരി നേരം അവിടെ കിടക്കില്ലല്ലോ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കയറണം. മണൽ മാറ്റം അതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഡ്രഡ്ജർ അകത്ത് കയറ്റണം. ഡ്രഡ്ജർ അകത്ത് കയറ്റിയാൽ പിന്നീട് ഇവിടുത്തെ മണൽ നീക്കം ഉൾപ്പെടെ വളരെ വേഗത്തിൽ നടത്താൻ കഴിയും. പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യാനായിട്ടൊരു 2-3 ദിവസം വേണം. അതിന് ക്രെയിൻ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ക്രെയിനൊക്കെ വന്നിട്ടുണ്ട്, പൈപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു തിങ്കളാഴ്ചയിൽ ചൊവ്വാഴ്ച കൊണ്ട് ഡ്രഡ്ജിങ് ആരംഭിക്കും. റിജിത്ത്, അങ്ങനെയാണ്. അതായത് ഈ നിലവിൽ ഡ്രഡ്ജർ ഇവിടെ എത്തിയാലും കുറച്ച് സമയം കൂടി വേണ്ടിവരും അതിന്റെ പൂർണ്ണമായും ആ തോതിൽ പ്രവർത്തനങ്ങൾ ഒന്ന് നേരെയാവാൻ. പക്ഷെ അതിനിടയിലാണ് ഈ മണൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ചെറിയൊരു പ്രതിസന്ധി ഉണ്ട് എന്ന നിലയിൽ ഇവിടുത്തെ ചില ആളുകൾ ആ നിലയിൽ ഒരു തർക്കവുമായി എത്തിയത്. പക്ഷെ അത് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നാലെ നമുക്ക് തന്നെ കാണാൻ കഴിയും ഈ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ. ഈ മണൽ ഇവിടെ നിന്ന് മാറ്റണം. ഈ മണൽ മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ മുറിക്കുന്ന പൊഴിക്ക് സമീപത്തേക്ക് ആ മണൽ വന്ന് ഇറങ്ങും, വീണ്ടും അത് അടയും എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. നാട്ടുകാർ ചില പ്രതിഷേധവുമായി എത്തുകയൊക്കെ ചെയ്തിരുന്നു. ചേട്ടാ, നിങ്ങൾ നേരത്തെ ഈ മണൽ മാറ്റണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നല്ലോ, അതിന്റെ കാര്യം? സഹോദരന്മാരെ, ഈ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങളെല്ലാം പാവങ്ങളാണ്. ഞങ്ങൾ പട്ടണി പാവങ്ങളാണ്. ഞങ്ങൾ ഈ സർക്കാരിന്റെ ഓരോ ഉദ്യോഗസ്ഥർ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുക ചെയ്യുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രഗിരി എന്ന ഡ്രഡ്ജർ, അതായത് വന്ന ഡ്രഡ്ജർ വരുമ്പോൾ ഞങ്ങളിത് മുറിച്ചു കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവർ ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ മൊത്തം അവർ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര JCB കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ലോങ് ഇറ്റാജി കൊണ്ടുവന്നൊക്കെ ഓരോന്ന്. ഈ ഒരു ലോങ് ഇറ്റാജി ഇവിടെ ഉള്ളൂ, ബാക്കി 3 ചെറിയ ഇറ്റാജിയാണ്. അപ്പൊ ഇവർ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ കൂട്ടിയിട്ടിരുന്ന ഈ മണലുകൾ കോരി മാറ്റട്ടെ, എന്നിട്ട് ഇത് മുറിച്ചുവിടട്ടെ. കായലിനുള്ള വെള്ള പ്രഷറിൽ ഇതെല്ലാം ഒഴുകി പോകുന്നതാണ് നമ്മുടെ വിശ്വാസം. ഉദ്യോഗസ്ഥർ പറയുന്നത് ആ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുന്നതിന് ഒപ്പം തന്നെ മണൽ നീക്കം കൂടി നടത്തുമെന്നുള്ളതാണ്. അവർ പറയുന്ന ഡ്രഡ്ജർ അവർക്ക് ഓടിച്ചകത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് മുറിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഇത് മുറിച്ചുവിടുമ്പോൾ വെള്ളപ്പൊക്കം മൊത്തം പോവും. ഡ്രഡ്ജർ ഇതിനകത്ത് കയറത്തേ ഇല്ല. അവർ നമുക്കെതിരെ കുറ്റം പറയുകയും ചെയ്യും. നമ്മൾ മുറിക്കാൻ വേണ്ടി സമ്മതിച്ചില്ലെന്ന് പറയും. ഇപ്പൊ അവർ ബലാകാരമായിട്ട് പൊഴി മുറിക്കുകയാണ്. പക്ഷെ ഈ മണം കൂടെ മാറ്റാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പൊഴി മുറിക്കേണ്ടാന്ന് പറഞ്ഞ് തർക്കിക്കുന്നതല്ല. പൊഴി മുറിച്ചോ, പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് വാഗ്ദാനം തന്ന പോലെ ഈ മണ്ണും കൂടെ ഷിഫ്റ്റ് ചെയ്യും, മണ്ണും കൂടെ കോരി മാറ്റുക, ഇതാണ് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ മാറ്റി, ഞങ്ങൾ പോകുന്നില്ലല്ലോ, ഇവിടെ ഉണ്ടല്ലേ. അവർ 2-3 മാസം കൊണ്ട് ഇവിടെ ഉണ്ട്. അവരിവിടെ എന്ത് ചെയ്ത്? ഞങ്ങൾക്ക് തന്നത് 4 ദിവസത്തിനുള്ളിൽ ഈ മണ്ണ് ഫുള്ള് മേളോട്ട് ഷിഫ്റ്റ് ചെയ്യും. 4 ദിവസത്തിനുള്ളിൽ കണ്ണൂരിന് ചന്ദ്രഗിരി ഇവിടെ എത്തുന്നു, ഉടനെ ഇതിനകത്ത് കയറ്റുന്നു. അപ്പൊ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെയുള്ള എല്ലാ വള്ളങ്ങളും റെഡിയായിരിക്കുകയാണ്. ഈ ഡ്രഡ്ജർ ഇതിനോടൊപ്പം കയറുന്നതിന്റെ കൂടെ ഞങ്ങളും കൂടെ ഇറങ്ങി പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് പട്ടണം കിടന്ന് മരിക്കണോ?
അപ്പോൾ ഈ മണൽ കിടക്കുന്നത് കാരണം ഇത് മുറിച്ചുവിടുമ്പോൾ തന്നെ ഈ മണൽ തന്നെ വീണ്ടും ഇതിനകത്ത് ഈ ചാലിലോട്ട് വീഴുന്നു. ഈ 2.5 മീറ്റർ താഴ്ച എന്നുള്ള 1 മീറ്റർ താഴ്ചയാവുന്നു. വെള്ളം മാത്രമേ ഇപ്പോൾ വള്ളം പോകത്തില്ല. അതാണ് നമ്മൾ തർക്കിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. റിജിത്ത്, ഇപ്പോൾ ഇവരുടെ ഒരു ആശങ്ക അത് ഈ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 1 മാസത്തിനോട് അടുത്തായി ഏതെങ്കിലും നിലയിൽ മത്സ്യബന്ധനത്തിന് പോയിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ബോട്ട് പുറത്തേക്ക് ഇറക്കണം. മാത്രമല്ല ഇവിടെ നിന്ന് ഈ മണൽ മുതൽ മത്സ്യത്തൊഴിലാളികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് പൊഴിമുറിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തി. അപ്പോഴും അവിടെയുള്ള ജനങ്ങളെ, മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ അവിടെയുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിനിടയിൽ അവർ പറയുന്ന പരാതികൾ അത് ഗൗരവത്തോടുകൂടി ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ടോ? ഈ കോരിയിട്ട മണൽ നീക്കുക എന്ന നടപടിയിലേക്കൊക്കെ കടക്കാം എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. സലീം, റിജിത്ത്, ഇതിൽ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്, അതായത് ഇവിടെ ഒരു വശത്ത് ഈ മണൽ പൊഴി മുറിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ഈ മണൽ നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഈ മണൽ നീക്കം നടത്താൻ ഈ കൂടുതൽ ഹിറ്റാച്ചികളും ഈ ലോങ് ബൂം ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഇവിടേക്ക് എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഒരാശങ്ക സത്യമാണ്. കാരണം അത്രയധികം മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് 10-ലധികം വരുന്ന JCB-കളും ഹിറ്റാച്ചികളും ഇവിടെ എത്തിക്കുമെന്നാണ്. പക്ഷേ ഈ സമയത്ത് വെറും 4 ഹിറ്റാച്ചികൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ 3 ഹിറ്റാച്ചികളും പൂർണ്ണമായും പൊഴിമുറിക്കലുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ്. ഒരെണ്ണം മാത്രമാണ് ഈ മണൽ നീക്കത്തിനായി ഇവിടേക്ക് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഒരർത്ഥത്തിൽ സത്യമാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പൊഴി മുറിക്കുക എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡ്രഡ്ജർ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇവിടെ ഒരു ഡ്രഡ്ജർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ കൂടി എത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ മറ്റെല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയ ശേഷം തിങ്കളാഴ്ചയോടുകൂടി അതുകൂടി പ്രവർത്തിപ്പിച്ചാൽ ഒരേ സമയം ഈ 2 ഡ്രഡ്ജറുകളുടെയും പ്രവർത്തനത്തോടുകൂടി മണൽ നീക്കം വളരെ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെയെങ്കിൽ ആ സമയം കൊണ്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ കൂടി നീക്കം ചെയ്ത് ഇത് അപ്പുറത്തെ കരയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ആശങ്ക, അങ്ങനെ ഡ്രഡ്ജർ അതിന്റെ പ്രവർത്തനം നടത്തുന്ന അതേ സമയത്ത് തന്നെ ഈ മണൽ വീണ്ടും വന്ന് ഈ പൊഴിയടയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മണൽ തിരികെ വീഴാൻ അതവരുടെ വേലിയേറ്റവും വേലിയിറക്ക സമയവും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് അവർ അക്കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൂടി വിശ്വാസത്തിലെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരെ ഒരർത്ഥത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണ നിലയിൽ അവർ പറയുന്ന എല്ലാം കേൾക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തൊരു പ്രതിസന്ധി ഇവിടെ നിലവിലുണ്ട്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകുന്നത്. മണൽ നീക്കത്തിനായി കണ്ണൂരിൽ നിന്ന് എത്തിക്കുന്ന ചന്ദ്രഗിരി ഡ്രഡ്ജർ അത് മുതലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. പൊഴി തുറന്നുവിട്ട ശേഷം ഡ്രഡ്ജർ പൊഴിയിലേക്ക് എത്തിക്കും. അതിനിടയിൽ ഒരു ചെറിയ തർക്കം അവിടെ രൂപപ്പെട്ടത് പൊഴി തുറക്കും മുമ്പ് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ നീക്കണം എന്നുള്ള ആവശ്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അതെങ്ങനെ വളരെ പെട്ടെന്ന് നീക്കാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യവുമാണ്. കടലിനോട് ചേർന്നുള്ള 20 മീറ്റർ ഭാഗത്തെ മണൽ നീക്കം അവിടെ പുരോഗമിക്കുകയാണ്. സലീം മാലിക് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മുതലപ്പുഴയിൽ നിന്ന്.